ഇടതുമുന്നണിയുടെ പ്രവർത്തനം രാജഭരണകാലത്തെ പോലെയെന്ന് സിപിഐ സംസ്ഥാന കൌൺസിലിൽ വിമർശനം. കൂട്ടുകക്ഷി ഭരണമാണെന്ന് സിപിഐഎം മറക്കുന്നു. സർക്കാർ വാർഷികത്തിലും മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണമാണ് നടക്കുന്നത്. 4ാം വാർഷികത്തിന് ഭീമമായ തുകയാണ് ചെലവായതെന്നും വിമർശനം ഉയർന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, രൂക്ഷമായ വിമർശനങ്ങളാണ്. മുഖ്യമന്ത്രിയെ മാത്രം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുഖം മാത്രം ഉയർത്തിക്കാട്ടിയുള്ള ചില പ്രചാരണങ്ങൾ, ഒപ്പം തന്നെ രാജഭരണകാലത്തെ പോലെയുള്ള രീതി, ഇങ്ങനെയൊക്കെയുള്ള വിമർശനമാണല്ലോ ഇപ്പോൾ സിപിഐ സംസ്ഥാന കൗൺസിൽ ഉന്നയിച്ചിരിക്കുന്നത്. സിപിഐയുടെ സംസ്ഥാന കൗൺസിലിൽ LDFന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത്. LDF ഏതാണ്ട് CPM മാത്രം നയിക്കുന്ന ഒരു മുന്നണിയായി മാറുകയാണ്. മറ്റു ഘടകകക്ഷികളെയോ അവരുടെ നേതാക്കളെയോ പരിഗണിക്കുന്നില്ല. സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന പ്രചാരണ പരിപാടികളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ മാത്രമാണുള്ളതെന്നും സംസ്ഥാന കൗൺസിൽ വിമർശനമുയർന്നു. ഇത് തികച്ചും ഏകപക്ഷീയമായിട്ടാണ് പോകുന്നത്. സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വൻ തോതിൽ പണം ചെലവാക്കുന്നു എന്തിനാണെന്ന ചോദ്യവും CPI സംസ്ഥാന കൗൺസിൽ ഉയർന്നു. ഇന്ന് രാവിലെ വീണ്ടും ചർച്ച ആരംഭിക്കുമ്പോൾ ഇതേ വിമർശനങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റാലി അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനാണ് LDF എന്ന അജണ്ട സംസ്ഥാന കൗൺസിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിമർശനം ഇന്ന് തുടരാനാണ് സാധ്യത. ശരി, CPIഎമ്മിന് രൂക്ഷ വിമർശനവുമായി CPI വിവരങ്ങൾ നൽകുകയായിരുന്നു ആശ്രയിച്ചത് തിരുവനന്തപുരത്ത്.